ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കോളിഫ്ലവർ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനാദ്യം അടുപ്പത്ത് ഒരു ചീനിച്ചട്ടി വയ്ക്കുക. 5 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പ്, ബേ ലീവ്സ് ഇട്ട് ഒന്ന് അതിനെ വളർത്തിയെടുക്കുക. ചെറുതായിട്ട് ഇതൊന്ന് വളർത്തണേ, ചൂടാകട്ടെ. ഇതിലേക്ക് നമ്മൾ ഉള്ളി, പച്ചമുളക് ചേർത്ത് നന്നായിട്ട് ഇതിനെ നമ്മൾ വഴറ്റണം. ഇതിലേക്ക് ഒരു ക്യാരറ്റ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണേ. ഇതിലേക്ക് ഒരു 5 കാഷ്യൂനട്ട് കൂടെ നമുക്ക് ചെറുതായിട്ട് പൊടിച്ച് ചേർക്കാം. തക്കാളിയും ഗരം മസാലയും അരച്ച് അതുകൂടെ നമുക്ക് ചേർക്കണം. ഒരു തക്കാളിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ശകലം ഗരം മസാല കൂടെ ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ നമുക്ക് ചേർക്കാം. ചേർത്ത് ഈ മസാലയെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റണം. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ കൂടെ നമുക്ക് ചേർക്കണം. ചേർത്ത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്ക് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിക്കണം. ഇതിലേക്ക് ശകലം കസൂരി മേത്തി നമുക്ക് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ നമുക്ക് ചാട്ട് മസാല കൂടെ നമുക്ക് ചേർത്ത് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ്. ഇത് വെരി 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 ടേസ്റ്റി ആയിരുന്നു. ചിക്കൻ മസാലയേക്കാളും നല്ല ടേസ്റ്റാണ്. ചിക്കൻ റോസ്റ്റിനേക്കാളും ടേസ്റ്റി ആയിരുന്നു ഈ കോളിഫ്ലവർ റോസ്റ്റ്. നിങ്ങളും വീട്ടിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ഇത്രയും ടേസ്റ്റായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. സാധാരണ ഞാൻ കോളിഫ്ലവർ കറി പോലെ അങ്ങ് ഉണ്ടാക്കും, ഗ്രേവിയൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഡ്രൈ ആയിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് കോളിഫ്ലവർ റോസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കണം.